നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വ്യാജ സ്വർണ്ണക്കട്ടികൾ നൽകി പ്രവാസി മലയാളിയിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയ പ്രതിയെ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. പത്തനംതിട്ട സ്വദേശി ഷാജിയാണ് അറസ്റ്റിലായത്. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ സമരത്തിലേക്ക്. സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കാനുള്ള പാക്കേജുകൾ സംസ്ഥാന ബജറ്റിൽ ഇല്ലെങ്കിൽ ഈ മാസം 19-ന് ശേഷം ബസ് സർവീസ് നിർത്തിവെക്കുമെന്ന് ഓൾ കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ. വടക്കാഞ്ചേരി ഓട്ടുപാറ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഗ്രാൻഡ് ഫ്രൂട്ട്സ് എന്ന സ്ഥാപനത്തിൽ തീപിടുത്തം. വടക്കാഞ്ചേരി സ്വദേശി അബ്ദുൾ ലത്തീഫിന്റെ ഉടമസ്ഥതയിലുള്ള ഗ്രാൻഡ് ഫ്രൂട്ട് ഷോപ്പാണ് കത്തിനശിച്ചത്. ഏകദേശം 2.5 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. മറ്റത്തൂർ ചാഴിക്കാട് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള മരക്കമ്പനി ഭാഗികമായി കത്തിനശിച്ചു. കമ്പനിയിലുണ്ടായിരുന്ന 4 മോട്ടോറുകളും അനുബന്ധ സാമഗ്രികളും മരത്തടികളും കത്തിനശിച്ചു. 10 ലക്ഷത്തിലേറെ നഷ്ടം സംഭവിച്ചതായി കമ്പനി ഉടമ. സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ്. 1 ഗ്രാം സ്വർണത്തിന് 195 രൂപ കുറഞ്ഞ് 13,350 രൂപയും 1 പവൻ സ്വർണത്തിന് 1,560 രൂപ കുറഞ്ഞ് 1,06,800 രൂപയുമായി. തൃശൂർ പൂങ്കുന്നത്ത് വീട്ടിൽ നിന്ന് 3 ദിവസങ്ങളിലായി 18 മലമ്പാമ്പ് കുഞ്ഞുങ്ങളെ പിടികൂടി. പൂങ്കുന്നം സ്വദേശി കാർത്തികിന്റെ വീട്ടിൽ നിന്നാണ് മലമ്പാമ്പ് കുഞ്ഞുങ്ങളെ പിടികൂടിയത്. ലോകകപ്പ് ഫുട്ബോളിന് പന്തുരുളാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഫിഫ ലോകകപ്പിന്റെ 23-ാം പതിപ്പിന് ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച പുലർച്ചെ 12:30 തുടക്കമാകും. കേച്ചേരി കല്ലട ബാറിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് യുവാവിനെ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച കേസിലെ 6 പ്രതികളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. വെങ്കടങ്ങ് സ്വദേശി സിയാദ്, കേച്ചേരി സ്വദേശികളായ PS ശ്രീരാഗ്, CP വിഷ്ണു, ചൂണ്ടൽ സ്വദേശി KS രാഹുൽ, പെരുമ്പടപ്പ് സ്വദേശി T മുബഷീർ, പാവർട്ടി സ്വദേശി VM റാഷിദ് എന്നിവരാണ് പിടിയിലായത്. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെ B അശോകിനെയും MG സർവകലാശാല സെനറ്റിലേക്ക് 19 പേരെയും നിയമിച്ചത് ഗവർണറും മുഖ്യമന്ത്രിയും സംഘപരിവാറുമായുള്ള ധാരണയിലാണെന്ന് SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പിടിമുറുക്കാൻ RSSന് സർക്കാർ ഒത്താശ ചെയ്യുകയാണെന്ന് തുറന്നു സമ്മതിക്കാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M ജോൺ തയ്യാറാകണമെന്നും ശിവപ്രസാദ്. BJP സംസ്ഥാന കമ്മിറ്റി അംഗം NK സുധീർ വീണ്ടും കോൺഗ്രസിലേക്ക്. തന്റെ മനസാക്ഷിയുടെ ശബ്ദം കേട്ടാണ് ഇത്തരമൊരു തീരുമാനമെടുത്തതെന്ന് സുധീർ ഫേസ്ബുക്കിൽ കുറിച്ചു. മാള SHOയെ പോലീസ് ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം ഇഞ്ചക്കാട് കാക്കക്കുന്ന് സ്വദേശി രാജേഷ് ഭവനിൽ 46 വയസ്സുള്ള R രാജേഷാണ് മരിച്ചത്. മരണം സംബന്ധിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് MLA AC മൊയ്തീനും K രാധാകൃഷ്ണൻ MPയും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് KSU കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ ഭിക്ഷയാചിക്കൽ സമരം സംഘടിപ്പിച്ചു. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ, KSU കുന്നംകുളം അസംബ്ലി പ്രസിഡന്റ് അക്ഷയ് വെള്ളറക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. മതിലകം പഞ്ചായത്ത് പ്രദേശത്ത് 1 മാസത്തോളമായി കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ മതിലകം വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. മതിലകം പൂവത്തുംകടവ് നിവാസികൾ വാർഡ് മെമ്പർ സുനിൽ P മേനോന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സമരം നടത്തിയത്. വാഴക്കോട് വളവിൽ കാട്ടാനകൾ ഇറങ്ങി കൃഷികൾ നശിപ്പിച്ച സ്ഥലങ്ങൾ വെൽഫെയർ പാർട്ടി നേതാക്കൾ സന്ദർശിച്ചു. മണ്ഡലം കമ്മിറ്റി അംഗം OM ബഷീർ, ഫസൽ ചെറുതുരുത്തി തുടങ്ങിയവർ സന്ദർശന സംഘത്തിലുണ്ടായിരുന്നു. പൂമംഗലം പാടശേഖരത്തിൽ അറവു മാലിന്യം തള്ളിയതായി പരാതി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ കവിതാ സുരേഷിന്റെ വാർഡിലെ പടിയൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡിലെ പുഞ്ചപ്പാട ശേഖരത്തിലാണ് അറവു മാലിന്യങ്ങൾ തള്ളിയത്. CPM ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന KM സുരേന്ദ്രൻ അനുസ്മരണം CPM കൈപ്പിള്ളി സെന്റർ പടിഞ്ഞാറ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നടന്നു. CPM ഏരിയ കമ്മിറ്റി അംഗം KK ശശിധരൻ പതാക ഉയർത്തി. സേവാഭാരതി തെക്കുംകര പഞ്ചായത്ത് സമിതിയുടെ ആംബുലൻസ് സർവീസ് വടക്കാഞ്ചേരിയിൽ ആരംഭിച്ചു. സേവാഭാരതി പഞ്ചായത്ത് സമിതി സെക്രട്ടറി K ശ്രീദാസ്, ട്രഷറർ AK നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. പാവർട്ടി ലയൺസ് ക്ലബ് പോലീസ് സേനാംഗങ്ങൾക്ക് മഴക്കോട്ടുകൾ കൈമാറി. പാവർട്ടി പോലീസ് സ്റ്റേഷൻ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ക്ലബ് പ്രസിഡന്റ് VG തോംസൺ മഴക്കോട്ടുകൾ SHO ജോസഫ് നെറ്റോയ്ക്ക് കൈമാറി. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിരയിളക്കി കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിൽ കിക്ക് ഓഫ് നടത്തി. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത ഉദ്ഘാടനം ചെയ്തു. പാവർട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോകകപ്പിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഘോഷയാത്ര ആവേശമായി. സ്കൂൾ മാനേജർ ഫാദർ സെബി പാലമറ്റത്ത് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു.
ഗുരുവായൂർ GUP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വനിതാ വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ KK ജ്യോതിരാജ് ഉദ്ഘാടനം ചെയ്തു. മാള SHO R രാജേഷിന്റെ ദുരൂഹ മരണം സംബന്ധിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. പോലീസ് വകുപ്പിലെ ആഭ്യന്തര സംഘർഷമാണോ മരണത്തിനിടയാക്കിയതെന്ന് അന്വേഷിക്കണമെന്നും KV അബ്ദുൽ ഖാദർ. മാള കുഴൂരിൽ മത്സ്യം വളർത്തുന്ന കുളത്തിൽ തൊഴിലാളി മുങ്ങി മരിച്ചു. ഐരാണിക്കുളം സ്വദേശി കളരിക്കൽ 63 വയസ്സുള്ള ചന്ദ്രനാണ് മരിച്ചത്. തൃശൂർ ഗാന്ധി ദർശൻ സമിതി NS സ്കൂൾ മാടക്കത്തറയിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് M തങ്കമണി ഉദ്ഘാടനം ചെയ്തു. മാന്നാമംഗലത്ത് കാട്ടാനിറങ്ങി വീണ്ടും കൃഷി നശിപ്പിച്ചു. മൈലി കുറ്റമുക്ക് ഭാഗത്തിറങ്ങിയ ആന കുന്നുമ്മൽ ശ്രീനിവാസന്റെ 100ഓളം പൂവൻ വാഴകൾ നശിപ്പിച്ചു. കൊടകര പഞ്ചായത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. നീറ്റ് CBSE പരീക്ഷാ ക്രമക്കേടുകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് SFI തൃശൂർ AG's ഓഫീസിന് മുന്നിൽ നടത്തിയ രാപ്പകൽ ധർണ സമാപിച്ചു. SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ കണിമംഗലം റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം അപകടകരമായ രീതിയിൽ സർവീസ് നടത്തിയ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിനെതിരെ നടപടിയെടുത്ത് മോട്ടോർ വാഹന വകുപ്പ്. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന മഹാദേവ ബസ്സിലെ ഡ്രൈവർക്കെതിരെയാണ് നടപടിയെടുത്തത്. 2000 രൂപ പിഴ ഈടാക്കി. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിച്ചു. നമസ്കാരം.